നമസ്കാരം. റെയിൽവേയുടെ ALP എക്സാമിനായി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ALP എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. എല്ലാവരും പ്രിപ്പറേഷൻ്റെ ഫൈനൽ ലാപ്പിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ALPയുടെ ഏറ്റവും അവസാനം നടന്ന ALP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ദിശ അക്കാഡമി റെയിൽവേ എക്സാമിനായിട്ട് ഒരുങ്ങുന്ന എല്ലാവർക്കും ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ALPയുടെ കോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഇത് നമുക്ക് NTPC എക്സാം ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സ് അതിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ദിശ ആപ്പ് വഴിയാണ് ഈ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഈ ഒരു NTPC കോഴ്സിലേക്ക്, ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ദിശ ആപ്പ് വഴിയാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിനി ALPയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് അവസാനം നടന്ന ALP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ട്. അനലോഗിയാണ്. ഓക്കെ, അതായത് ഇവിടെ എന്താണോ ഈ VMR എന്നുള്ളത് ZIS എങ്ങനെയാണോ ആയത്, അതേപോലെ AKT എന്നുള്ളത് എന്താവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കി, VMR എന്നുള്ളത് എങ്ങനെയാണ് ZIS ആയെന്ന് നോക്കുക. അപ്പോൾ നോക്കാം, V എങ്ങനെ Z ആയി. ഇപ്പോൾ വിയുടെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 22 ആണ്. നമ്മൾ ഈ എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ തരുന്ന പേപ്പറിൽ A മുതൽ Z വരെ നിങ്ങൾക്ക് അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ. A മുതൽ Z വരെ നമ്മൾ 1 മുതൽ 26 വരെയുള്ള ഈ അക്ഷരങ്ങൾ ഒരു ഓർഡറിലാണ് എഴുതുന്നത്. എങ്ങനെയാണ്? M വരെ എഴുതിയിട്ട് N മുതൽ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. ഇത് നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തരുന്ന പേപ്പറിൽ നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. ഇപ്പോൾ A മുതൽ Z വരെ എഴുതുമ്പോൾ M വരെ എഴുതിയിട്ട് ദെൻ N മുതൽ Z വരെ ഈ ഒരു ഓർഡറിൽ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്പർ ചെയ്യും, 1 2 3 എന്ന് നമ്പർ ചെയ്യും. ഇപ്പോൾ M വരെ ആകുമ്പോൾ 13 വരെ, അടുത്ത 13 വരെ ഓരോ അക്ഷരത്തിൻ്റെയും നേരെ അതിൻ്റെ താഴെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് എഴുതണം. ഇങ്ങനെ എഴുതുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഓരോ അക്ഷരത്തിനും ഒരു ഓപ്പോസിറ്റ് ലെറ്റർ ഉണ്ട്. ആ ഓപ്പോസിറ്റ് ലെറ്ററിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓർഡറിൽ എഴുതുന്നത്. ഇപ്പോൾ ജിയുടെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, T. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ലെറ്റർ ബേസ് ചെയ്താണ് അവർ ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 13 പേരെ ഒരു ലൈനിലും അടുത്ത 13 പേരെ അതിൻ്റെ താഴത്തെ ലൈനിലുമായിട്ട് എഴുതും. ഓക്കെ, ഇനി എന്തിനാണ് ഈ പൊസിഷൻ വാല്യൂ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കൂടി പോവാണോ അല്ലെങ്കിൽ കുറഞ്ഞു പോവാണോ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു 1 2 3 എന്നുള്ള പൊസിഷൻ വാല്യൂ എഴുതും. ഇപ്പോൾ നോക്കി, ഇവിടെ V എങ്ങനെ Z ആയെന്നാണ് നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം V എങ്ങനെ M ആയി, M എങ്ങനെ R ആയി അങ്ങനെയല്ല നോക്കേണ്ടത്. V എങ്ങനെ Z ആയി, അതെന്താണ് ചേഞ്ച്. M എങ്ങനെ I ആയി, R എങ്ങനെ S ആയി, ഇതെന്താണ് ചേഞ്ച് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൗണ്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആ വാല്യൂ നോക്കിയാലും മതി. ഇപ്പോൾ V എന്ന് പറയുന്നത് 22, Z എന്ന് പറയുന്നത് 26. അപ്പോൾ എന്താണ്? കൂടി പോവാണ്. നിങ്ങൾ ആ വാല്യൂ നോക്കിയാൽ മതി. അല്ല കൗണ്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതാണ് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ കൂടുവാണോ കുറവാണെന്നൊരു ഡൗട്ട് വരല്ലേ. ഇങ്ങോട്ട് കൂടുവാണ്. അപ്പോൾ 1 2 3 4, എന്തായാലും 4 കൂടി എന്നാണ് വരുന്നത്. ഓക്കെ, 4 കൂടിയിട്ടാണ് Z ആയത്. ഇനി M-ൽ നിന്ന് I-ലേക്ക് എങ്ങനെ പോയി നോക്കി. M 13, I എന്ന് പറയുന്നത് 9. അവിടെ എന്താണ്? അവിടെ കുറയുവാണ്. അവിടെ എന്താണ്? അവിടെ 4 കുറയുവാണ്, -4 എന്നുള്ള റെപ്രസെൻറ്റ് ചെയ്യും. ഇനി R to S എടുത്താലോ, R 18 S 19 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? 1 കൂടി. ഓക്കെ, തൊട്ടടുത്ത ലെറ്റർ ആണ്, 1 കൂടി എന്ന് പറയാം. ഇതേപോലെ എന്ത് ചെയ്യണം? നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? AKT. ആ AKTയെയും ഇതേപോലെ ഇതേപോലെ നമ്മൾ കൊടുത്താൽ നമുക്ക് വേണ്ട ആൻസർ കിട്ടും. അപ്പം ഇവിടെ എങ്ങനെയാണോ വന്നത്, ഇപ്പോൾ ഇവിടെ എങ്ങനെ +4 -4 +1 അതേ ഓർഡറിൽ തന്നെ ഇവിടെയും കൊടുത്താൽ മതി. അതായത് എയുടെ കൂടെ 4 കൂട്ടുന്നത്. ഓക്കെ, എയുടെ നിങ്ങൾക്ക് അറിയാം 1 ആണ്, 1 4 5. അതായത് നമുക്ക് വേണ്ട ആൻസറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് E ആണ്. ഓക്കെ, E. ദെൻ ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ -4 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? -4. അപ്പോൾ K 11, 11 4 കുറച്ചാൽ 7. 7 എന്ന് പറയുന്ന ആരാണ്? G. അപ്പോൾ ഈ G. ദെൻ അടുത്ത എന്താണ്? ഇവിടെ 1 കൂടി. അപ്പോൾ ഇവിടെ എന്ത് വേണം? 1 കൂടി. T കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഏതാണ്? U. അപ്പോൾ ഈ GU, ഓപ്ഷൻ D ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ, ഈ ഒരു അനലോഗി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഈ GU എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഒരു GK കൂടെ റിലേറ്റഡ് ആണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് ടൈം ഇൻ ദ സെയിം വേ ആസ് സെക്കൻഡ് ടൈം ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടൈം. ഇവിടെ തന്നിട്ടുണ്ട് വർക്കിന് വന്നിരിക്കുന്നത് ജൂളാണ്, പവറിന് എന്ത് വരും. അപ്പോൾ ഇവിടെ
എന്താ നമ്മുടെ GKയും കൂടെ, അതായത് നമ്മുടെ ഒരു അറിവും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പം ഇപ്പോൾ വന്നേക്കുന്നത് എന്താണ്, ഫിസിക്സ് റിലേറ്റഡ് ആണെന്ന് പറയാം. ഇതുപോലെ കെമിസ്ട്രി റിലേറ്റഡ് വരാം, ബയോളജി വരാം, ഹിസ്റ്ററി വരാം, അപ്പോൾ ജോഗ്രഫി വരാം. അപ്പോൾ ഏത് GKയിലെ ഏത് ഫീൽഡിൽ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ധാരണ ഉള്ളവർക്ക് ഈ ആൻസർ എടുക്കാൻ പറ്റും. പക്ഷെ അവർ ഒത്തിരി പാടുള്ളതെന്ന് ചോദിക്കത്തില്ല, നമ്മൾ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ചോദിക്കത്തുള്ളൂ. ഇപ്പോൾ വർക്ക് ജൂൾ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം ആദ്യം മനസ്സിലാക്കണം. വർക്കിൻ്റെ യൂണിറ്റ് ആണ്, മെഷർമെൻറ്റ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പവറിൻ്റെ എന്ത് വരും? ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ ഓം അല്ല, വോൾട്ട് അല്ല, വാട്ട് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് എന്നുള്ളതാണ് ആൻസർ. എന്താ പവറിൻ്റെ യൂണിറ്റ് പവർ തന്നെ വരില്ല. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ഡി വരില്ലെന്ന് ഉറപ്പാണ്. ഇത് മൂന്നിൽ നോക്കുമ്പോൾ ഓം നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്, വോൾട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ്. ഇപ്പോൾ വാട്ട് എന്നുള്ളതാണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു നമ്പർ സീരീസ് ആണ്. ഇപ്പോൾ നമ്പർ സീരീസ് ഇത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, 15, 20, 18, 23, അടുത്ത് മിസ്സിംഗ് ആണ് 26, 24. ഇത് നിങ്ങൾ ഒരു ഓർഡർ തന്നെ എടുക്കുകയാണെങ്കിൽ ആദ്യം എന്താണ് 5 കൂടി, പിന്നെ വരുമ്പോൾ കുറവാണ്, എത്രയാണ് 2 കുറഞ്ഞു, വീണ്ടും 5 കൂടി, അടുത്ത് നമുക്കറിയില്ല ഇതെന്താണ്, വീണ്ടും 2 കുറഞ്ഞു. അപ്പോൾ ഒരു പാറ്റേൺ മനസ്സിലായി. 5 കൂടി 2 കുറഞ്ഞു, 5 കൂടി, അപ്പോൾ അടുത്ത് എന്തായിരിക്കും, വീണ്ടും 2 കുറയണം. അപ്പോൾ 2 കുറയുമ്പോൾ 23 നിന്ന് 2 കുറഞ്ഞാൽ 21 നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ ഇനി അടുത്തത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ 21 വന്നാൽ ശരിയാവുമോ നോക്കാം. എന്താണ് അടുത്ത എന്നിട്ട് എന്ത് വരണം, +5 വരണം. +5 എടുക്കുമ്പോൾ 26 കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ എന്ന് നോക്കിയതാണ്. പക്ഷേ ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊരു ഓൾട്ടർനേറ്റ് സീരീസ് ആയിട്ട് കണക്കാക്കുക. അതായത് ഈ 15 കഴിഞ്ഞാൽ 20 അല്ല 18 ആണെന്ന് എടുക്കുക, 18 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഈ നമ്പർ ആണെന്ന് എടുക്കുക, അത് കഴിഞ്ഞാൽ ഈ നമ്പർ ആണെന്ന് എടുക്കുക. ഇതൊരു സീരീസ്, അതായത് 15, 18, അടുത്ത നമ്പർ മിസ്സിംഗ് 24, ഇതൊരു സീരീസ്. ബാക്കിയുള്ളത് നോക്കി 20, 23, 26 അവർ വേറൊരു സീരീസ്. ഇങ്ങനെ എടുത്താൽ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഇപ്പം ചില ക്വസ്റ്റ്യൻ ഈ രീതിയിൽ എടുക്കുന്നതായിരിക്കും ചെയ്യാൻ എളുപ്പം. ഓൾട്ടർനേറ്റ് സീരീസ് എന്ന് പറയുന്നത് അതായത് ഈ ഒന്നിടവിട്ടുള്ള ആൾക്കാർ ഓരോ പ്രത്യേക സീരീസുകളായിട്ട് എടുക്കുക. അപ്പോൾ അവർക്കൊരു പ്രത്യേകതയാണ്. ഇവർ നോക്കി ഇവർ 3 കൂടി പോകുന്നുണ്ട്, ഇവിടെ 3 കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ അടുത്ത എന്തായിരിക്കും 21 എന്നുള്ള നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, രണ്ട് രീതിയിലായാലും ആൻസറിന് മാറ്റമില്ല. 21 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരും. ഇവിടെ ഓഡ് വൺ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ നമ്പർ ദാറ്റ്, സെലക്ട് ദ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം. ഇവിടെ ഡാഷ് തന്നേക്കുമല്ല, അടുത്ത നമ്പർ കണ്ടുപിടിക്കാനല്ല. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആൾ ആരാണ്? ഇപ്പോൾ 71, 73, 77, 79 ഇത് 4 പേരിൽ കൂട്ടത്തിൽ പെടാത്ത. ഇപ്പം നമ്പേഴ്സ് വന്നിട്ട് കൂട്ടത്തിൽ പെടാത്ത ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരാൻ സാധ്യത ഉള്ളതെന്ന് നമുക്കൊരു മനസ്സിലൊരു ഐഡിയ വേണം. ഒന്നെങ്കിൽ ഓഡ് നമ്പർ ആകാം, അല്ലെങ്കിൽ ഈവൻ നമ്പർ ആകാം, അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ. അടുത്ത ഒരു ചാൻസ് എന്താണ്, ഇവിടെ നിങ്ങൾക്ക് അതെല്ലാം നോക്കാം. ഇവിടെ നിങ്ങൾ ഓഡ് നമ്പർ വെച്ച് നോക്കിയാൽ എല്ലാ ഓഡ് നമ്പറാണ്, ഇതിനകത്ത് ഈവൻ നമ്പറേ ഇല്ല. ഓക്കെ, ദെൻ സ്ക്വയർ നമ്പറോ ക്യൂബോ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആരും സ്ക്വയറും ക്യൂബും ഒന്നുമില്ല. പിന്നെ അടുത്ത പോസിബിലിറ്റി നിങ്ങൾ നോക്കേണ്ടതാണ് പ്രൈം നമ്പർ. ഓക്കെ, പ്രൈം നമ്പർ എന്നുള്ളതാണ് അടുത്ത നോക്കേണ്ട പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ പ്രൈം നമ്പർ നോക്കുമ്പോൾ ഈ 71 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. ഓക്കെ, 73 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. 77 പ്രൈം നമ്പർ ആണോ? 77 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. കാരണം എന്താണ്, 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. 7 × 11 വരത്തില്ലേ? ഓക്കെ, പ്രൈം നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ നമ്പരും 1ഉം മാത്രം അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പറാണ് പ്രൈം നമ്പർ. അപ്പോൾ 77ന്റെ കേസിൽ 1ഉം 77ഉം മാത്രമല്ല 7ഉം 11ഉം അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം 77 പ്രൈം നമ്പർ അല്ല. ഇനി 79ഓ? 79 പ്രൈം നമ്പർ ആണ്. അപ്പം എന്താണ് ഇവിടെ വ്യത്യാസം? ഈ ഒരാൾ എന്തല്ല, പ്രൈം നമ്പർ അല്ല എന്നുള്ളതാണ് അവിടുത്തെ കാരണം. ഇപ്പോൾ 77 ആണ് പ്രൈം, അവിടുത്തെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പം നോക്കേണ്ടത് ഓഡ് നമ്പർ, ഈവൻ നമ്പർ നോക്കണം, സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ നോക്കണം. ഇനി മൾട്ടിപ്പിൾസ്, ഒരു നമ്പറിന് തന്നെ മൾട്ടിപ്പിൾ, എല്ലാവരും ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു പ്രത്യേക നമ്പറിന് മൾട്ടിപ്പിൾസ് ആയിട്ടും വരാം, അങ്ങനെയും വരാം. കൂട്ടത്തിൽ ഒരാൾ സ്ക്വയർ നമ്പറായിട്ട് വരാം, അല്ലെങ്കിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്ക്വയർ നമ്പറായിട്ട് വരാം. അങ്ങനെ ആ ഒരു ചാൻസുകൾ നോക്കുക. അപ്പോൾ ഈ പ്രൈം നമ്പർ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ മാത്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. 1 മുതൽ 100 വരെയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നമ്പർ അനലോഗിയാണ്. ഓക്കെ, ഇവിടെ 27
65ന്റെ റിലേഷൻ കണ്ടുപിടിക്കുക. ആ റിലേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതേപോലെ 64ന് പകരം ആര് വരുമെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ 27 65 കാണുമ്പോൾ തന്നെ നമ്മൾ 27 കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കണം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ പ്ലസ് ചെയ്യുന്ന രീതിയിൽ നോക്കാം, ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്ത് പോയതാണോ. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്താൽ ഇവിടെ എത്ര ആണ് കൂടുന്നത്? ഇവിടെ 38 ആണ് കൂടുന്നത്. ഓക്കെ, 38 ആണ് ഇവിടെ കൂടുന്നത്. സോറി, സൗണ്ട്. ഓക്കെ, 38 ആണ് കൂടുന്നത്. ഓക്കെ, 38 കൂടുമ്പം ഇവിടെ 38 കൂട്ടിയാൽ 64 38 കൂടെ കൂട്ടിയാൽ എത്ര ആണ് വരുന്നത്? 67 102 ആണ്. 102 ഓപ്ഷനേ ഇല്ല. അപ്പോൾ നിങ്ങൾ അവിടെ വെച്ചാൽ മനസ്സിലാക്കണം, ആഡ് ചെയ്യുകയല്ല. ഓക്കെ, ഇനി എന്താണ് ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി, മൾട്ടിപ്പിൾസ് ആയിട്ട് വരുമോ അല്ലെങ്കിൽ സ്ക്വയർ ക്യൂബ് പ്രത്യേകം നോക്കുമ്പോൾ ഈ 27 എന്ന് പറയുന്നത് എന്താണ്? ക്യൂബാണ്. ഏത് നമ്പറിന്റെ ക്യൂബാണ്? 3ന്റെ ക്യൂബാണ്. അതേപോലെ 65 എടുത്താൽ 65 ആരുടെയും സ്ക്വയർ ക്യൂബ് ഒന്നും അല്ല. പക്ഷേ നമ്മളിവിടെ ക്യൂബ് വന്നതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4ന്റെ ക്യൂബ് 64 അല്ലേ? അതിനെക്കാട്ടിൽ ഒന്നുകൂടി വന്നേക്കുമല്ലോ. അതായത് 4ന്റെ ക്യൂബിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 65 ആവും. അത് ഇവിടെ ക്യൂബ് വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്യൂബ് വെച്ച് ആലോചിക്കുന്നത്. ക്ലിയർ ആയ? അല്ലാതെ 65 എന്ന് പറയുന്ന നമ്പറിന് വേറെ പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ക്യൂബ് വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിനെക്കാട്ടി ഒന്ന് കൂട്ടി. ഇപ്പോൾ നോക്കി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി. അതായത് ആദ്യം വന്ന നമ്പർ ഏതിന്റെ ക്യൂബ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. ആ നമ്പറിന്റെ തൊട്ടടുത്ത നമ്പർ, അതായത് 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ 4 ആണല്ലോ, ആ 4ന്റെ ക്യൂബിന്റെ കൂടെ ഒന്ന് കൂട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഇതെന്താണ്? 4ന്റെ ക്യൂബാണ്. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? തൊട്ടടുത്ത നമ്പർ, 4ന്റെ തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണല്ലോ. അപ്പം 5ന്റെ ക്യൂബ് എടുക്കണം, അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. ഓക്കെ, അപ്പം 126. 5ന്റെ ക്യൂബ് 5ന്റെ ക്യൂബ് എത്രയാണ്? 125 ആണ്. അപ്പോൾ നിങ്ങൾ ക്യൂബ് നമ്പേഴ്സ് കാണാൻ പഠിക്കണം. അതെല്ലാം നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരും. സ്ക്വയർ നമ്പേഴ്സ്, ക്യൂബ് നമ്പേഴ്സ് ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റൂ. 126 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അടുത്തൊരു നമ്പർ. ഓക്കെ, ഇതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിൽ നോക്കിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ല. നിങ്ങൾ ആ നമ്പേഴ്സ് നോക്കി, നമ്പേഴ്സ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഇവരെന്താണ്. ഇതിനകത്ത് സ്ക്വയർ നമ്പറും ഉണ്ട്, ക്യൂബ് നമ്പറും ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കണം, സ്ക്വയറും ഉണ്ട്, ക്യൂബും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരുടെയൊക്കെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ ആരുടെയൊക്കെ ക്യൂബ് ആണെന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, 36 നെക്സ്റ്റ് ആണ് നമ്പറാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് 0 എന്ന് പറഞ്ഞാൽ 0യുടെ ക്യൂബ് സ്ക്വയറും 0 തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 എന്ന് പറഞ്ഞാലും 1ന്റെ സ്ക്വയറും 1ന്റെ ക്യൂബും 1 തന്നെയാണ്. അപ്പോൾ അടുത്ത് നോക്കിയാൽ 4 വെച്ച് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ന്റെ സ്ക്വയറാണ്. ഓക്കെ, അടുത്ത 27 വരുമ്പോഴോ 3യുടെ ക്യൂബാണ്. വീണ്ടും 16 വരുമ്പോഴോ 4ന്റെ സ്ക്വയറാണ്. 125 വരുമ്പോഴോ 5ന്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടും, സ്ക്വയർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? 0യുടെ സ്ക്വയർ 1ന്റെ ക്യൂബ്. ഇങ്ങനെ ആയിരുന്നു പോകണ്ടേ. ഓക്കെ, സ്ക്വയർ ക്യൂബ് അങ്ങനെയല്ലേ പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് 6ന്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത് നമുക്ക് എന്തായിരിക്കും വരണ്ടേ? ഇവിടെ നമ്പേഴ്സ് ഒരു ഓർഡറിലാണ്, 1 2 3 4 5 6. അപ്പോൾ അടുത്ത് എന്തായാലും നമ്മുടെ ആൻസറിനകത്ത് വരേണ്ടത് 7 ആണ്. സ്ക്വയർ ആണോ വരേണ്ടത്, ക്യൂബ് ആണോ? സ്ക്വയർ ക്യൂബ് ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്നെങ്കിൽ അടുത്ത ക്യൂബ് ആണ് വരേണ്ടത്. ഓക്കെ, 7 ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. ഓക്കെ, 343 ആണ്. കാര്യം ക്ലിയർ. ഇവിടെ 343 എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 343 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരും. അടുത്ത വീണ്ടും ഒരു ആൽഫബറ്റ് സീരീസ് ആണ്. ആൽഫബറ്റ് സീരീസിലെ തൊട്ടടുത്ത 2 പേരെയും മിസ്സിംഗ് ആണ്. അവരെ 2 പേരെയും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി അറിയാമല്ലോ. JLOES. അടുത്ത 2 പേരെയും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി ഇവരെന്താണ്, ഇവരെങ്ങനെയാണ് പോയേക്കുന്നത് നോക്കിയാൽ പോരെ. J 10, L 12. അപ്പോൾ എന്താണ്? 2 പേര് കൂടി, 2 അക്ഷരം കൂടിയുള്ളൂ. L to O എടുത്താലോ, L 12 O 15. അപ്പോൾ എന്താണ്? 3 കൂടി. ഓക്കെ, O to S ആണെങ്കിലോ O 15 S 19. അപ്പോൾ എന്താണ്? 4 കൂടി. അപ്പോൾ ഇതിൽ നിന്ന് പാറ്റേൺ മനസ്സിലായോ? 2 3 4. അപ്പോൾ എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 3 4 അടുത്ത എത്ര ആയിരിക്കണം കൂടണ്ടേ? അടുത്ത 5 കൂടണം. അപ്പോൾ തൊട്ടടുത്ത ആളുകളെ കണ്ടുപിടിക്കണ്ടേ? അത് എത്ര ആയിരിക്കും? 6 കൂടണം. അതായത് എസിന്റെ കൂടെ 5 കൂട്ടുന്നത്. എസിന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 19 5 24. 24 എന്ന് പറയുന്ന ആരാണ്? എക്സ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ട ആദ്യത്തെ ആളെ എക്സ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഓപ്ഷൻ നോക്കാം. പക്ഷേ ഓപ്ഷൻ നോക്കിയാലും കാര്യമില്ല, കാരണം നമുക്ക് എക്സ് തുടങ്ങുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത ആളുകളെ കണ്ടുപിടിക്കണം.
എക്സിൻ്റെ കൂടെ 6 കൂട്ടണം. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ 24, 24 6 30, 30 എന്ന് പറയുമ്പോൾ അത് ആരാണ്? അപ്പോൾ അങ്ങനെ എടുക്കാൻ നമുക്കൊരു സംശയം വരും. ഇങ്ങനെയുള്ള കേസിൽ, അതായത് 26 കൂടുതൽ വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. കൗണ്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ എണ്ണണ്ട, അത് കഴിഞ്ഞുള്ള വൈ എന്ന് പറയുന്നത് 1, 2, അടുത്ത 3 എന്ന് പറഞ്ഞ് എണ്ണേണ്ടത് ആരെയാണ്? 3 എന്ന് പറഞ്ഞ് എണ്ണേണ്ടത് ഇനി വീണ്ടും നമ്മൾ എവിടെയൊക്കെ വരണം? ഈ എയിലേക്ക് പോകണം, ഇങ്ങനെ പോകണം. ക്ലിയറാ? അതായത് ഇവിടുന്ന് കൂടുക എന്ന് പറയുന്നത് തിരിച്ച് എയിലേക്കാണ് പോകുന്നത്. അതായത് 1, 2, 3, 4, 5, 6 ഇവിടാണ് വന്ന് നമ്മൾ നിൽക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ വരുമ്പം ഡി ആണ് വരുന്നത്. അപ്പോൾ എക്സ് ഡി, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൗണ്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കാര്യം ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇസഡ് കഴിഞ്ഞ് കൂടുക എന്ന് പറയുമ്പോൾ എയിലേക്ക് പോകണം. ഇനി എയിൽ നിന്ന് കുറയുക എന്ന് പറയുകയാണെങ്കിൽ ഇസഡിലേക്ക് വരണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടും. എക്സ് ഡി എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇതും വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പറയാവുന്നേ ഉള്ളൂ. നമ്പേഴ്സിൻ്റെ മിസ്സിംഗ് നമ്പറാണ്. ഇപ്പോൾ നോക്കിയേ 5, 4, 29 വളരെ എളുപ്പം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കാണും. എന്താണ് ഈ 5ൻ്റെയും 4ൻ്റെയും സമ്മാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവരുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല പല രീതിയിൽ ഈ മിസ്സിംഗ് നമ്പർ ചോദിക്കാം. ഇതിപ്പോൾ ഒരു സ്ക്വയർ വരച്ച് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചുമ്മാ നമ്പേഴ്സ് പ്ലെയിൻ ആയിട്ട് തന്നും ചുമ്മാ പ്രത്യേകിച്ച് സ്ക്വയറോ അല്ലെങ്കിൽ ഷേപ്പോ ഇല്ല, നമ്പേഴ്സ് ഇങ്ങനെ മാത്രം എഴുതിയും ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ പല പല രീതിയിൽ വരാം. അപ്പോൾ നിങ്ങൾ ഈ സർക്കിൾ വെച്ച് തന്നുകൊണ്ട് സർക്കിളിനകത്തുള്ള നമ്പേഴ്സ് എങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് നോക്കേണ്ടത്. നോക്കി അടുത്ത് അങ്ങനെ വരുന്നില്ലേ, ഇവരുടെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇവിടെ അവരുടെ സമ്മ് വരും, ഇവരുടെ പ്രോഡക്റ്റ് വരും. അങ്ങനെയല്ലേ വന്നേക്കുന്നത്. 3, 8 സം എന്ന് പറയുന്നത് 11, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 24. 9, 4 കൂട്ടുന്ന 13 ഇവിടെ. അപ്പോൾ ഇവിടെ എന്ത് വരണം? പ്രോഡക്റ്റ് വരണം. 9 × 4 എത്രയാണ്? 36 വരണം. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി 36 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. അടുത്ത നമ്മുടെ ഒരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഡയറക്ഷനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഇതാണ് നമ്മുടെ ഡയറക്ഷൻസ് വരുന്നത്. എ മാൻ ട്രാവൽസ് 15 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇഷ്ടമുള്ളിടത്ത് അസ്യൂം ചെയ്യാം. അവിടുന്ന് 15 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. 15 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. ഓക്കെ, ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് ട്രാവൽസ് 20 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിയുന്ന ആൾ എങ്ങോട്ടാണ്? ഇപ്പോൾ ഈസ്റ്റിലേക്കാണ്. ഞാൻ ആദ്യം വരച്ച് ഇങ്ങോട്ടാണ്, ഈസ്റ്റിലേക്ക് പോയി. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോയി. അവിടുന്ന് റൈറ്റ് തിരിയുമെന്ന് പറയുമ്പോൾ ദാണ്ട് ഇങ്ങോട്ട് വേണം, ഇങ്ങനെ വേണം വരയ്ക്കാൻ. ഓക്കെ, കുറച്ചും കൂടി മേലോട്ട് വരയ്ക്കാം, കാരണം നമ്മൾ സ്ഥലം ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്ത് അവിടുന്ന് ഈസ്റ്റിലേക്ക് 15 കിലോമീറ്റർ പോയി. ഓക്കെ, അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് എത്രയാണ് പോയത്? 20 കിലോമീറ്റർ ആണ് പോയത്. ഓക്കെ, അവിടുന്ന് വീണ്ടും എങ്ങോട്ടാണ് തിരിയുന്നത് നോക്കി. ഹി ദെൻ ടേൺസ് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ പൊസിഷനിൽ നിന്ന്, നോർത്ത് സൗത്ത് ഡയറക്ഷൻ വരച്ചത് മാർക്ക്, വെസ്റ്റ് ഈസ്റ്റ്. ഇപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന ആൾ, അയാളുടെ റൈറ്റ് ലെഫ്റ്റും അറിയണം. അയാളുടെ റൈറ്റ് ഇങ്ങോട്ടും ലെഫ്റ്റ് ഇങ്ങോട്ടും, അതായത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എങ്ങോട്ട് തിരിയണം? ഇങ്ങോട്ട് തിരിയണം. ഇങ്ങോട്ട് എത്ര പോയി? 30 കിലോമീറ്റർ പോയി. ഫൈനലി ഹി ടേക്സ് എ റൈറ്റ് ഹാൻഡ് ആൻഡ് കവേഴ്സ് 40 കിലോമീറ്റർ. അവിടുന്ന് വീണ്ടും റൈറ്റ് തിരിഞ്ഞ് 40 കിലോമീറ്റർ പോയി. അപ്പോൾ അയാൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടുന്ന് അയാൾ ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതാണ്ട് ഈ ഒരു ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. ഞാൻ വരച്ചപ്പം സ്ട്രെയിറ്റ് ആയില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. ഈ ഒരു ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്യണം. നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ട ആ ഒരു ലൈൻ വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തതാണ്. ഇവിടെ ഇങ്ങോട്ട് മുട്ടിച്ചാൽ പോരെ, ഇവിടെ 90 ഡിഗ്രി വരത്തില്ല. അപ്പോൾ ഇങ്ങനൊരു വലിയ ട്രയാങ്കിൾ കിട്ടും. അതുകൊണ്ട് ഇങ്ങനൊരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടും. അതിൽ അളവുകൾ നമുക്കറിയാം. 2 അളവുകൾ അറിയാമെങ്കിൽ ഒരളവ് കണ്ടുപിടിക്കാമല്ലോ. ഇതാണ് നമുക്ക് വേണ്ട ആൾ. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് എത്ര വരും? ഈ ദൂരം എന്ന് പറയുന്നത് ഇവിടെ ഒരു 15 ഉണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ 30-ന് ഈക്വൽ ആയിരിക്കത്തില്ലേ? ഈ 30-ന് ഈക്വൽ ആയിരിക്കും ഈ ഒരു ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദൂരം എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30-ഉം 15 കൂട്ടിയാൽ ഇവിടെ വരുന്നത് എത്രയാണ്? 45 ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് 45 ആണ്. ഇനി ഈ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? വെച്ചാൽ ഇവിടം വരെ നമുക്ക് 40 ആണെന്ന് അറിയാം. ഇവിടെ തൊട്ട് ഇവിടം വരെ 40 ആണെന്ന് അറിയാം. ഇനി ഈ അളവ് കൂടെ അറിഞ്ഞാൽ പോരെ. ഇത് എത്രയാണ്? ഇതിന് സെയിം അല്ല, 20-ന് സെയിം അല്ല. അപ്പോൾ ഇത് 20 ആണ്. അപ്പോൾ 40, 20, 60.
45 60 വന്നാൽ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, 45 60 നിങ്ങൾ ആ പൈതഗോറസ് തിയറത്തിൽ ഇട്ട് കൊടുക്കുമ്പം ഹൈപ്പോട്ടന്യൂസ് തന്നെയല്ലേ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പ് പോകും. കാരണം ഇവിടെ വരുമ്പോൾ റൂട്ട് ഓഫ് 45 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതിൽ നല്ലത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അളവുകളായിട്ട് വരുന്ന ആൾക്കാർ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അളവുകളായിട്ട് വരുന്ന കുറച്ച് പേരെ കാണാൻ അറിയത്തില്ലേ? അപ്പോൾ കുറച്ച് പേരെ നമ്മൾ കാണാൻ അറിയണം. ആരൊക്കെയാണ്? 3 4 വന്നാൽ 5 ഉണ്ട്. ഓക്കെ, 6 8 വന്നാൽ 10 വരും. 5 12 വന്ന് 30. ഇങ്ങനെ കുറച്ച് പേരെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അളവുകളുടെ മൾട്ടിപ്പിളായിട്ടായിരിക്കും ഈ പൈതഗോറസ് തിയറത്തിലെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വരുന്നത്. മനസ്സിലായി? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകളല്ല ഈ 3 4 5 മൾട്ടിപ്പിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന രീതിയിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ 5 12 30 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് വേറൊരു ഈ 5 12 30 എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ആൾക്കാരും ട്രിപ്ലെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. മൾട്ടിപ്പിൾസ് എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ നമ്പറിനെയും ഒരു സ്പെസിഫിക് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. ഇപ്പം നിങ്ങൾ ഈ 5 12 30 എല്ലാത്തിനെയും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 10 24 26 ഇവരെന്താണ്? ഇവർ വേറൊരു ട്രിപ്ലെറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ബേസിക് ട്രിപ്ലെറ്റ് അറിയാമെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൾക്കാരും എന്തായിരിക്കും? ട്രിപ്ലെറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 4 5 ആയിട്ട് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുമോ? 3 4 5 ആയിട്ട് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 5 എന്ന് പറഞ്ഞാലാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ 3 4 5 ഇവിടെ നമുക്ക് വന്നേക്കുന്ന 45 60. ഓക്കെ, ഇതാണ് ഈ ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 45 ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2നെ ഇവിടെ 3നെ 4നെ ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവർ വരുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. വരത്തില്ലേ? ഇൻറ്റു 15 അല്ലേ? 15ന്റെ മൾട്ടിപ്പിൾ അല്ല. അതായത് നിങ്ങൾ ഈ 45ന്റെ 60ന്റെ റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി. 45ന്റെ 60ന്റെ റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 3:4 എന്ന് വരും. ക്ലിയർ ആയോ? 3:4 എന്ന് വരും. അതായത് ഇതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 45 കിട്ടും. ഓക്കെ, 4നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്താണ്? 5നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 75 ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങളിത് ചെയ്താലും 75 കിട്ടും. നിങ്ങൾ അത്രയും ടൈം കളയണ്ട. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിപ്ലെറ്റുമായിട്ട് അവരുടെ ഒരു റേഷ്യോ എടുക്കുമ്പോൾ ഏതെങ്കിലും പഠിച്ചിട്ടുള്ള ട്രിപ്ലെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അളവെല്ലാം 3 4 5 മൾട്ടിപ്പിൾ ആണെന്നല്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോൾ 5 12 30 എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതും ഇങ്ങനെ ട്രിപ്ലെറ്റ് വരാം. നമുക്ക് ട്രിപ്ലെറ്റ് ആയിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നോർമലി ഇതിനകത്ത് തന്നെ ഇക്വേഷനകത്ത് തന്നെ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 75 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. അടുത്തൊരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റിയാൻ ഈസ് വിഹാൻസ് മദേഴ്സ് സിസ്റ്റേഴ്സ് ഫാദേഴ്സ് ഓൺലി സൺസ് ആണ്. ഓക്കെ, വായിക്കുമ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഒന്നും കൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഓക്കെ, ഇവിടെ റിയാൻ, ഇപ്പം ഞാൻ വരച്ച് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. റിയാൻ ഈസ് വിഹാൻസ്. അപ്പോൾ റിയാൻ ആരാണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ വിഹാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ വരുന്ന ആളിനെ റിയാൻ ആണെന്ന് കൊടുത്താൽ നമുക്ക് വിഹാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വിഹാനുണ്ട്. ഓക്കെ, വിഹാന്റെ അമ്മയുടെ അപ്പോൾ വിഹാന്റെ അമ്മയുടെ പേര് പറയുന്നില്ല. അപ്പോൾ വിഹാന്റെ അമ്മയാണിത്. ഓക്കെ, ഞാൻ ജസ്റ്റ് മദർ എന്ന് വിഹാന്റെ അമ്മയുടെ സിസ്റ്റർ. ഓക്കെ, ഈ അമ്മയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് മെയിൽ എന്നുള്ളത് കാണിക്കാൻ ഈ ഒരു സിമ്പലും ഫീമെയിൽ എന്നുള്ളത് കാണിക്കാൻ ഈ ഒരു സിമ്പലും കൊടുക്കുകയാണ്. പിന്നെ ജനറേഷനെ കാണിക്കാൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. ഓക്കെ, ബ്രദർ സിസ്റ്റർ ആണെങ്കിൽ ഒരു സിംഗിൾ ലൈൻ ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഈ മദറിന്റെ സിസ്റ്റർ, ഈ മദറിന്റെ സിസ്റ്ററിന്റെ പേരും പറയുന്നില്ല. അപ്പോൾ അത് ഒരു സിസ്റ്റർ ഗേൾ ആണല്ലോ. അപ്പോൾ അത് അവിടെ ഒരു സിമ്പിൾ കൊടുത്തു. ഈ മദറിന്റെ സിസ്റ്ററിന്റെ ഫാദർ, ഈ മദറിന്റെ സിസ്റ്ററിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിഹാന്റെ മദറിന്റെ ഫാദർ തന്നെയല്ലേ? ഞാൻ കുറച്ചുകൂടെ ഒന്ന് താഴോട്ട് വരയ്ക്കാം, കാരണം നമുക്ക് അവിടെ മേഡ് സ്പേസ് വേണം. ഓക്കെ, വിഹാന്റെ അമ്മ, വിഹാന്റെ അമ്മയുടെ സിസ്റ്റർ, അതാരാണെന്ന് പറയുന്നില്ല. ഈ സിസ്റ്ററിന്റെ, അതായത് മദേഴ്സ് സിസ്റ്റേഴ്സ് ഫാദർ, ഈ സിസ്റ്ററിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരുടെയും കൂടെ ഫാദർ ആയിരിക്കും? വിഹാന്റെ അമ്മയും കൂടെ ഫാദർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, കാരണം ഇവരുടെ രണ്ടുപേരുടെ ഫാദർ ഒരാളായിരിക്കത്തില്ലേ? ഇവരുടെ രണ്ടുപേരുടെ ഫാദർ ഒരാളായിരിക്കും. ഈ ഫാദറിന്റെ ഓൺലി സൺ,
അതായത് ഇദ്ദേഹത്തിന് ഒരു മകൻ കൂടെ ഉണ്ട്, ഒരു മകനോട് ഇവര് ഈ മതം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണല്ലോ, ഒരു മകനുണ്ട്, ഈ ഫാദറിന് ഒരു മകനുണ്ട്, ആ മകന്റെ പേരും പറയുന്നില്ല. ഓൺലി സൺസ് സൺ, ഇയാളുടെ മകനാണ് ആര്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ റിയാൻ. കാര്യം മനസ്സിലായി, ഇതാണ് ആ റിയാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. വിഹാന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ ഫാദർ. ഓക്കെ, അതായത് വിഹാന്റെ മദറിന്റെ ഫാദർ തന്നെയാണ്. ആ ഫാദറിന്റെ ഒരേ ഒരു മകന്റെ മകനാണ് റിയാൻ. ചോദിച്ചിരിക്കുന്നത് ഹൗ ഈസ് റിയാൻ റിലേറ്റഡ് ടു വിഹാൻ. ഓക്കെ, വിഹാന്റെ ആരാണ് റിയാൻ എന്ന് പറയുന്നത്? ഇവരെ എങ്ങനെ പറയാം? കാരണം ഇവരുടെ റിലേഷൻ എങ്ങനെ വരും? വിഹാന്റെ മദറും റിയാന്റെ ഫാദറും എന്താണ്? ബ്രദർ സിസ്റ്ററുമാണ്. അപ്പം ബ്രദറിന്റെ സിസ്റ്ററിന്റെ മക്കളാണെങ്കിൽ നമ്മൾ എന്താണ് അവരെ വിളിക്കുന്നത്? കസിൻ അല്ലേ? കസിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബ്രദറിന്റെ സിസ്റ്ററിന്റെ മക്കളാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അവർ കസിൻസ് ആണ്. ഓക്കെ, ഇപ്പൊ കസിൻ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. കാര്യം ക്ലിയർ ആയോ? വീണ്ടും ഒരു ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഒരാളെ പോയിന്റ് ചെയ്ത് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിങ് ടുവേർഡ്സ് എക്സ്, വൈ സേസ്, വൈ ആണ് സംസാരിക്കുന്നത്. ഓക്കെ, എക്സ് ഈസ് ദ ഡോട്ടർ ഓഫ് മൈ മദേഴ്സ്. ഇവിടെ ഇതാണ് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആ പറയുന്ന ആളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഈ എക്സ് ഈസ് എ ഡോട്ടർ ഓഫ്, അതവിടെ നിൽക്കട്ടെ, ഞാൻ നേരത്തെ ചെയ്ത പോലെ അത് ലാസ്റ്റ് കൊടുക്കാം. നോക്കി, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൈ എന്ന് പറയുമ്പോൾ ആരാണ് സംസാരിക്കുന്നത്? വൈ അല്ലേ? അപ്പൊ വൈയുടെ അമ്മയുടെ, ഇവിടെ അമ്മയുടെ പേര് പറയുന്നില്ല, വൈയുടെ അമ്മയുടെ ഓക്കെ ഒരേ ഒരു മകന്റെ, ഓക്കെ വൈയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ, അപ്പൊ ഇവിടെ ഒരേ ഒരു മകനേ ഉള്ളൂ. ഓക്കെ, ഡോട്ടർ എന്നുള്ളത് പറയുന്നില്ല, അതായത് ഒരേ ഒരു മകനെ ഉള്ളെന്ന് പറയുമ്പോൾ അത് ആര് തന്നെ ആയിരിക്കും? വൈ തന്നെ ആയിരിക്കത്തില്ലേ? ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ വൈ മെയിലായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് വരാം, ഈ വൈ ഫീമെയിൽ ആയിക്കൂടെ എന്ന് ചോദിക്കാം. പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ ക്ലൂ ഒന്നും തരുന്നില്ല. അപ്പം ഇവിടെ വൈ എന്നുള്ള മെയിലായിട്ട് എടുക്കുക. അതായത് വൈയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? വൈ തന്നെയാണ്. ഓക്കെ, മൈ മദേഴ്സ് ഓൺലി സൺ. ഓക്കെ, മൈ മദേഴ്സ് ഓൺലി സൺ എന്ന് പറയും, വൈ ആണ് സംസാരിക്കുന്നത്. അപ്പോൾ വൈ പറയാണ് എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൻ വൈ ആണ്. ഇനി നമ്മൾ ആദ്യം കണക്ട് ചെയ്യാനുള്ള എന്താണ്? എക്സ് ഈസ് ദ ഡോട്ടർ ഓഫ്, അയാളുടെ മകളാണ്, അതായത് വൈയുടെ മകളാണ് ആരെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ ആ? വൈയുടെ മകളാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഹൗ ഈസ് വൈസ് മദർ റിലേറ്റഡ് ടു എക്സ്? വൈയുടെ അമ്മയും എക്സുമായിട്ടുള്ള റിലേഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ വൈ ഫീമെയിൽ ആയിട്ട് എടുത്താലും ഇവിടെ ഫൈനൽ ആൻസർ മാറ്റമില്ല, സോറി. അപ്പൊ ഇവിടെ ഞാൻ വൈ മെയിലായിട്ടും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി നിങ്ങൾ ഒരു പക്ഷേ വൈ ഫീമെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്താൽ നമ്മുടെ ഫൈനൽ ആൻസർ മാറ്റം വരത്തില്ല. അപ്പോൾ വൈ ഫീമെയിൽ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണ് വൈയുടെ അമ്മ, വൈയുടെ അമ്മയുടെ പേര് അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ വേറെ മകൻ വരാം. ആ മകൻ ആരാണെന്ന് അറിയില്ല. ഓക്കെ, അയാളുടെ മകളാണ് ആരെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ ആയി? നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് രീതിയിലും എടുക്കാം. ഓക്കെ, വൈ മെയ്ഡ് ആണെന്ന് എടുത്താൽ ഇങ്ങനെ വരും, വൈ ഫീമെയിൽ ആണെന്ന് എടുത്താൽ ഇങ്ങനെയും വരും. പക്ഷെ രണ്ട് രീതിയിൽ എടുത്താലും ഫൈനൽ ആൻസർ നോക്കി, വൈയുടെ അമ്മയും എക്സുമായിട്ടുള്ള ബന്ധം. ഓക്കെ, വൈയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഇതും എക്സുമായിട്ടുള്ള ബന്ധം. അപ്പൊ എന്താണ് നോക്കേണ്ടത്? എക്സിന്റെ ആരാണ് ഈ വൈയുടെ അമ്മ? എക്സിന്റെ ആരാണ് ഈ വൈയുടെ അമ്മ? ഇവിടെ നിങ്ങൾ രണ്ട് രീതിയിൽ എടുത്താലും ആൻസറിന് മാറ്റമുണ്ടോ? ഇതെടുത്താലും എന്താണ് ആൻസർ? ഗ്രാൻഡ് മദർ തന്നെ അല്ലേ? ഗ്രാൻഡ് മദർ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പം ഇവിടെ വൈ എന്നുള്ളത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഫൈനൽ ആൻസറിന് മാറ്റമില്ല. കാര്യം ക്ലിയർ ആയി? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് ഇതുപോലെ വരച്ച് നോക്കിയാൽ വളരെ എളുപ്പം ആൻസർ കണ്ടുപിടിക്കാം. ഇപ്പൊ എപ്പോഴും ചോദിക്കുമ്പോൾ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബിയുടെ ആരാണ് എ എന്നാണ് നോക്കേണ്ടത്. ബിയുടെ ആരാണ്? അതായത് ഇവിടെ വൈ റിലേറ്റഡ് ടു വൈസ് മദർ റിലേറ്റഡ് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ആരാണ്? വൈയുടെ അമ്മ, എക്സിന്റെ ഗ്രാൻഡ് മദർ ആയിട്ട് വരും. ഓക്കെ, ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ആൽഫബറ്റിനും ഒരു സിമ്പിളാണ്, അത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ 8 n എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പം 9 L എന്ന് പറയുന്നത് എന്താണ്? പ്ലസ്. കറക്റ്റായിട്ട് നോക്കി കൊടുത്താൽ മതി. ദെൻ 60 P എന്ന് പറയുന്നത് ഡിവൈഡ്, ദെൻ M എന്ന് പറയുന്നത് മൈനസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാന്നുള്ളത് വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി അറിയണം. എന്താണ്? ഇങ്ങനെ കുറേ സിമ്പിൾസ് വരുമ്പോൾ ഇഷ്ടമുള്ളത് ആദ്യം ചെയ്യുമല്ല, അവിടെ നിങ്ങൾക്ക് ആ ഒരു റൂൾ അറിയായിരിക്കും. ബോർഡ് മാസ് എന്ന് പറയുന്ന റൂളാണ്. ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം, ദെൻ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓഫും ഇല്ല. ബാക്കി 4 പേരിൽ ആരാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ്. അപ്പോൾ ഇത് വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് 8 × 9 പ്ലസ് 20 - 13. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ 72 + 20 - 13. അഡീഷനും സബ്ട്രാക്ഷനും
ഓക്കെ, ഈ അഡീഷൻ ആദ്യം ചെയ്യണം, സബ്ട്രാക്ഷൻ അങ്ങനെ നിർബന്ധമില്ല. അത് അഡീഷനും സബ്ട്രാക്ഷനും ഇവരിൽ ആരെ ആദ്യം ചെയ്താലും ആൻസറിനകത്ത് മാറ്റം വരത്തില്ല. അപ്പോൾ 72 പ്ലസ് 20 92 മൈനസ് 13 79 വരും. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം നമുക്ക് ആ ഒരു രീതിയിൽ അരിത്മെറ്റിക്കൽ ഓപ്പറേഷനിൽ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾസ് കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു വെൻ ഡയഗ്രം ബേസ് ആണ്, വളരെ എളുപ്പമാണ്. വെൻ ഡയഗ്രത്തിൻ്റെ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ്. കർണാടക, ഇന്ത്യ, ഏഷ്യ ഇവരെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തെ പറ്റി ഒരു ഐഡിയ വേണം, ആ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ പറ്റി ഒരു ഐഡിയ വേണം. ഞാൻ പറഞ്ഞല്ലോ, അത് ഒത്തിരി പാടുള്ള വരത്തില്ല, കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോക്കി ഇവരെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ ഏത് വരും? ഓപ്ഷൻ എ വരത്തില്ല, ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റണം. ഇപ്പോൾ എന്തായിരിക്കും? ഇത് ഏഷ്യ, കാരണം ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിന് അകത്താണ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലെ ഒരു സ്റ്റേറ്റ് ആണ് കർണാടക. അപ്പോൾ ഇത് നമുക്ക് എല്ലാവരെയും കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വലിയ പാടില്ല. ഇതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരും. ഒരു സിലോജിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോക്കി, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഓൾ കാർപ്പൻറ്റേഴ്സ് ആർ വർക്കേഴ്സ്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? എല്ലാ കാർപ്പൻറ്റേഴ്സും എന്താണ്? വർക്കേഴ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഓൾ വർക്കേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ്. വർക്കേഴ്സ് എല്ലാം ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ നോക്കി, വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്തിനകത്ത് വരും? ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിനകത്ത് വരും. ഓക്കെ, ഇതാണ് വരും. അപ്പോൾ നോക്കിയേ, ഓൾ ദി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആർ വർക്കേഴ്സ്. നോക്കിയേ, ഹാർഡ് വർക്ക് ചെയ്യുന്നവരെല്ലാം വർക്കേഴ്സ് ആണ്. അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഹാർഡ് വർക്ക് എന്നുള്ള വെളിയിൽ കിടക്കുന്ന ഡയഗ്രമാണ്. ഓൾ വർക്കേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ് എന്ന് പറയാം. പക്ഷെ തിരിച്ച് ഓൾ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആർ വർക്കേഴ്സ് എന്ന് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. നിങ്ങൾ ആ വർക്കേഴ്സിന്റെ ഹാർഡ് വർക്കേഴ്സിന്റെ മാത്രം നോക്കിയാൽ മതി. അടുത്ത് നോക്കി, ഓൾ കാർപ്പൻറ്റേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ ആ കാർപ്പൻറ്റർ ഇങ്ങനെ നടക്കുന്നു, ഹാർഡ് വർക്കിംഗ് നടപടി ഇങ്ങനെ നടക്കുന്നു. ശരിയല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ ശരിയാണ്. ഓൺലി 2 ഫോളോ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ ആണ്. സം ഹോക്സ് ആർ കൈറ്റ്സ്. ഓക്കെ, സം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വേണം റിപ്രസെന്റ് ചെയ്യാൻ. സം ഹോക്സ് ആർ കൈറ്റ്സ്. ഓൾ കൈറ്റ്സ് ആർ ബേഡ്സ്. അപ്പോൾ നോക്കി, ഇങ്ങനെ വരും. കൈറ്റ്സ് എല്ലാം ബേഡ്സ് ആണ്. ഓക്കെ, കൈറ്റ്സ് എല്ലാം ബേഡ്സ് ആണ്. ആദ്യത്തെ കൺക്ലൂഷൻ സം ബേഡ്സ് ആർ ഓക്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബേഡിന്റെ ഔക്കിന്റെ മാത്രം ഡയഗ്രം നോക്കി. നിങ്ങളിങ്ങനെ ഒന്നുകൂടെ വരയ്ക്കണ്ട, നിങ്ങൾ നോക്കിയാൽ ഞാൻ മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്നുകൂടെ വരയ്ക്കുന്നത്. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ നോക്കിയാണ്ട് ഇങ്ങനെ സം എന്നുള്ള റിലേഷൻ എന്താണ്? കറക്റ്റ് അല്ലേ? നമ്മൾ വരച്ച് വെച്ച് നോക്കുമ്പം അത് കറക്റ്റാണ്, ശരിയാണ്. സം ഹോക്സ് ആർ ബേഡ്സ്. ആദ്യം പറഞ്ഞ സം ബേഡ്സ് ആർ ഹോക്സ്. ഇപ്പോൾ പറയുന്നു സം ഹോക്സ് ആർ ബേഡ്സ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ രണ്ടും എന്താണ്? ശരിയാണ്. ബോത്ത് 1 and 2 ഫോളോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കാര്യം ക്ലിയർ ആയ? അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രം ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വെൻ ഡയഗ്രം വരയ്ക്കുന്നു. ദെൻ ഏത് കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് നോക്കുന്നു. ഏതൊക്കെ കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 ഫോളോ ചെയ്യും. അടുത്തൊരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഫോൾഡിംഗ് ആണ്. ഓക്കെ, ഇവിടെ ഫിഗർ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഡിപിക്ട്സ് ദ ഫോളോയിങ് ട്രാൻസ്പെറന്റ് ഷീറ്റ് വെൻ ഫോൾഡ് അറ്റ് ദ ഡോട്ടർ ലൈൻ. ഡോട്ടർ ലൈൻ കണ്ടോ? ഈ ഡോട്ടർ ലൈനിൽ വെച്ചിട്ട് നമ്മൾ ഈ ഫിഗർ മടക്കാണ്. അപ്പോൾ എങ്ങോട്ടാണ് മടക്കുന്നതെന്ന് അറിയാൻ ഇവിടെ ആരോ മാർക്കൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ മതി. ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മൾ ആ മേളത്തെ ഭാഗമല്ല കാണിച്ചേക്കുന്നത്, അതായത് ഇത് മേളിലോട്ടാണ് മടക്കുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ മേളിലോട്ട് മടക്കുവാണ്. ഇങ്ങനെ മേളിലോട്ട് മടക്കുമ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മേളിലോട്ട് മടക്കി വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ മേൽവശം കാണുന്നത്? ഇപ്പം എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരു ഇമാജിനേഷൻ ആണ് അവിടെ. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇവിടെ സൈസ് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഈ സർക്കിളിനകത്താവത്തില്ലേ? ഈ ഒരു ഡയമണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഷേപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് സർക്കിളിനകത്താവും. അതായത് മേളിൽ എന്തുണ്ട്? മേളിൽ നമുക്കൊരു സർക്കിളും ഉണ്ട്, സ്ക്വയറും ഉണ്ട്. ഇതെന്തായാലും നമ്മുടെ ആൻസറിനകത്ത് വരണം. മനസ്സിലായി? കാരണം ഇങ്ങനെയാണ് മടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ആൻസറിൽ വരണം. ഇനി ഈ മടക്കുന്ന ആൾക്കാർ എങ്ങനെ വരുമെന്ന് നോക്കി. ഈ ഡയമണ്ട് ഇതിനകത്താവത്തില്ല, ഈ ഡയമണ്ട് ഇതിനകത്താവും. ഓക്കെ, ഡയമണ്ട് ഇതിനകത്താവുന്ന ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ വരില്ല, ബി വരില്ല, സി വരാം, സിയും ഡിയും വരാം. സോറി, സി വരുമ്പോഴും എന്താണ് അവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കട്ട് ചെയ്യാം. കാരണം ഇവിടെ എന്താണ്? ഇവിടെ സർക്കിൾ അല്ല വന്നേക്കുന്നത്. ക്ലിയർ ആയ? ഇവിടെ സർക്കിൾ അല്ല, സ്ക്വയർ ആണ് വന്നേക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞു സർക്കിൾ തന്നെയാണ് വരേണ്ടത്. അതിനകത്തേക്ക് ഡയമണ്ട് വരണം. അപ്പോൾ തന്നെ ആൻസറായി ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ. കാരണം ഓപ്ഷൻ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കിൾ നോക്കി.
ഈ സർക്കിൾ ഇങ്ങോട്ട് വരുമ്പം ഇതിൻ്റെ ഒരു സൈസ് വെച്ചിട്ട് ഈ സ്ക്വയറിനകത്താവും സർക്കിൾ. അതാണ് നമ്മുടെ ആൻസറിനകത്ത് വന്നേക്കുന്നത്. അതായത് ഞാൻ ഒന്നുകൂടെ വലുതായിട്ട് വരയ്ക്കാം. ഈ സ്ക്വയറിനകത്താവും സർക്കിൾ ഉണ്ടോ? അങ്ങനെയാണ് ഈ ഓപ്ഷൻ വന്നത്. കാര്യം ക്ലിയർ ആയ? അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻ നോക്കി തന്നെ എലിമിനേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു ഫിഗർ ഫോൾഡിങ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെയും ഡോട്ട് ലൈൻ കാണിച്ചേക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എങ്ങോട്ടാണ് മടക്കുന്നത് അറിയാം. ഓപ്ഷൻ നോക്കി എല്ലായിടത്തിൻ്റെ ലെഫ്റ്റിലേക്കല്ല, അതായത് നമ്മൾ ഈ ഒരു ഫിഗറിനെ ദാണ്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ടാണ് മടക്കേണ്ടത്. ഓക്കെ, ലെഫ്റ്റിലോട്ടാണ് മടക്കുന്നത്, ഇങ്ങനെയാണ് മടക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് എന്തുണ്ടോ അതുപോലെ അവിടെ വരണം. അതായത് ഈ ഒരു ലൈൻ ഇതെന്തായാലും നമ്മുടെ ആൻസറിനകത്ത് വരണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആരെ കട്ട് ചെയ്യാം? ഓപ്ഷൻ സിയും ഡിയും കട്ട് ചെയ്യാം. കാരണം അവിടെ ആ ഒരു ലൈൻ വന്നിട്ടില്ല. ഇനി എയിലും ബിയിലും നോക്കിക്കഴിഞ്ഞാൽ എയിലും ബിയിലും ആ ലൈൻ ഉണ്ട്. ഇനി നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന ആളെ അങ്ങോട്ട് പോകുന്ന നോക്കണം. അതായത് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് നമ്മളിങ്ങനെ മടക്കുമ്പോൾ എങ്ങോട്ട് പോകുന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ ആദ്യം ഇങ്ങനെ മാറ്റി തരും. അപ്പോൾ അതുകൂടെ കറക്റ്റായിട്ട് നോക്കി കൊടുക്കുക. ഇവിടെ ബി എന്ന് പറയുന്ന ഫിഗർ വരുന്ന ഓപ്ഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഡി കൊടുക്കണം. അല്ലാതെ നിങ്ങൾ ഇവിടെ കയറി ഓപ്ഷൻ ബി ക്ലിക്ക് ചെയ്യരുത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഡി എന്ന് പറയുന്ന ഫിഗറാണ്. അപ്പം അങ്ങനെ മാറിപ്പോല് നമ്മൾ ആൻസർ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഫോൾഡിംഗ് ആണ്. വളരെ എളുപ്പം എന്താണ് എങ്ങോട്ടാണ് ഫോൾഡ് ചെയ്യുന്നത് അറിയാൻ ഓപ്ഷൻ നോക്കി. ഇപ്പം ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡോട്ട് എവിടെ വരും എന്നൊരു ഐഡിയ ആണ്. ഈ ഡോട്ട് ഈ കോർണറിൽ കിടക്കുന്ന ഡോട്ട് മടക്കുമ്പം ഇവിടെ അല്ലേ വരണ്ടേ? അതായത് നമ്മുടെ ആൻസറിനകത്ത് എങ്ങനെ വരണം? നമ്മുടെ ആൻസറിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മടക്കുന്നതിന് മുമ്പുള്ള ആൾക്കാർ എന്തായാലും അവിടെ തന്നെ വരണം. അതിൻ്റെ കൂടെ ഈ മടക്കുമ്പോൾ വരുന്ന ആൾക്കാർ എവിടെ വരും? ഒരാൾ ഇവിടെയും ഒരാൾ ഇവിടെയായിട്ട് വരും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴും അവിടെയും പ്രശ്നമില്ല, ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, ഈ രീതിയിലാണ് നോക്കേണ്ടത്. അത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസറായിട്ട് വരും. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് എ കറക്റ്റ് വാട്ടർ ഇമേജ്. ഓക്കെ, വാട്ടർ ഇമേജ് പറ്റിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ് മാറ്റം വരുന്നത്? ഒരു സാധനം എടുത്താൽ അതിൻ്റെ വാട്ടർ ഇമേജ് എടുക്കുമ്പം നിങ്ങൾക്ക് മിറർ ഇമേജ് എടുക്കുമ്പോൾ ഉള്ള കാര്യം അറിയാം. എന്താണ്? ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ആണ് വരുന്നത്. ലെഫ്റ്റിലുള്ളത് റൈറ്റ് വരും, റൈറ്റിലുള്ളത് ലെഫ്റ്റ് വരും. വാട്ടർ ഇമേജ് ആണെങ്കിൽ ടോപ്പ് ബോട്ടം ഇൻവേർഷൻ ആണ്. ഓക്കെ, അതായത് മേളിൽ കാണുന്ന താഴെ വരും, താഴെ കാണുന്ന മേളി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴെ മേളിൽ ഉദ്ദേശിക്കുന്നത് ഈ താഴെ കാണുന്ന ഈ രണ്ട് ഷേപ്പുകൾ മേളി വരും. ഈ സർക്കിൾ അവിടെ പോകും, താഴെ പോകും. അതായത് നമുക്ക് ആൻസറിനകത്ത് എങ്ങനെ വരും? ഈ ആരോയ്ക്ക് ചേഞ്ച് വരത്തില്ല, ആരോ നടുക്ക് തന്നെ ഇങ്ങനെ തന്നെ വരും. ഈ സർക്കിൾ താഴെ പോയിട്ട് ഇവർ രണ്ടുപേരും മേളി വരും. നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ എല്ലാ ഓപ്ഷനിലും അതുപോലെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ കണ്ട ഇത് ഇവിടെ തന്നെ വരും. ഓക്കെ, ഇത് ഷെയ്ഡിങ് ഉള്ള ഇത് ഇവിടെ തന്നെ വരും. ഈ ഫിഗർ ഇതിൻ്റെ മേളിലും വരും. അപ്പോൾ അത് നോക്കിയാലും അവിടെയും മാറ്റമൊന്നും വരും. നമുക്കിനി എന്ത് വെച്ചാൽ ഇനി കണ്ടുപിടിക്കാൻ പറ്റൂ? അപ്പോൾ ഈ ഓപ്ഷനിലുള്ള വ്യത്യാസം നോക്കി. ഓപ്ഷനിൽ ഒരു കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. എന്താണ്? ഈ സ്ക്വയറിൻ്റെ ഷെയ്ഡിങ് എവിടെ വരുമെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് അറിയേണ്ടത്. ഈ ഒരു ഷെയ്ഡിങ് എങ്ങനെ വരും? ഇവിടെ ഷെയ്ഡിങ് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ വാട്ടർ ഇമേജ് വരുമ്പോൾ ഇതങ്ങ് ഇവിടെ വരുമ്പം ഈ ഷെയ്ഡിങ് എങ്ങനെ മാറും? ഓക്കെ, നമ്മൾ വാട്ടർ ഇമേജ് നോക്കുമ്പോൾ വെള്ളത്തിൽ നോക്കുമ്പോൾ കാണുന്ന ഇമേജാണ് വാട്ടർ ഇമേജ്. അപ്പോൾ അവിടെ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ വരുമെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഇമേജ് ഷെയ്ഡിങ് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ ഇമേജ് നോക്കുമ്പോൾ കാണുന്നത്. ഇതൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഏതാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട്. ഓക്കെ, കാര്യം ക്ലിയർ ആയത്. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഇത്രയും കിടന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവർ കാണും. ഓക്കെ, അങ്ങനെ എടുക്കാൻ പറ്റാത്തതുണ്ടെങ്കിലാണ് ഞാനിങ്ങനെ ഓരോ ഓപ്ഷൻ നോക്കി പറഞ്ഞത്. ഇപ്പോൾ ചിലതിനകത്തൊക്കെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഓരോന്നോരോന്ന് എലിമിനേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ എല്ലാം ഇവിടെ ഈ ഒരു ഷെയ്ഡിങ് മാത്രമേ ഉള്ളൂ ഓപ്ഷന് വ്യത്യാസം. അതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരി പാട് വന്നത്. പക്ഷെ ചില ക്വസ്റ്റിന് നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഒരു കാര്യം നോക്കുമ്പോൾ തന്നെ 2-3 ഓപ്ഷൻ 1-2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഓപ്ഷൻസ് എല്ലാം കുറച്ച് ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ഒരു പ്രത്യേകത വെച്ച് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരും. അടുത്ത ഒരു മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മിറർ ഇമേജ് വരുമ്പം എന്താണ്? ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസറിനകത്ത് എങ്ങനെ വരണം? ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേകത നോക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ആരോ മാർഗമുണ്ട്.
ഈ ആരോ മാർക്ക് ലെഫ്റ്റിലാണ്, നമ്മുടെ ആൻസറിൻ്റെ എവിടെ വരും? റൈറ്റ് വരും. ഇപ്പോൾ ആരോ മാർക്ക് റൈറ്റ് വരുന്ന ഓപ്ഷൻ നോക്കി നമുക്ക് ഒരെണ്ണത്തെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ, കാരണം ഇവിടെ എല്ലാം റൈറ്റ് തന്നെ. ഇനി നോക്കിയേ, ഇവിടെ 2 ഡോട്ടുകളുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രത്യേകത നോക്കാം. ഇവിടെ റൈറ്റിലാണ്, അപ്പോൾ ഇവരെവിടെ വരും? ലെഫ്റ്റ് വരും. അപ്പോൾ ലെഫ്റ്റ് വരുമ്പം ഇത് ടോപ്പ് ബോട്ടം മാറത്തില്ല, അതായത് നമ്മുടെ പടത്തിൻ്റെ ലെഫ്റ്റ് വരുമെന്നേ ഉള്ളൂ. പടത്തിൻ്റെ ലെഫ്റ്റ് വരുമ്പോൾ ഇവിടെ ഷെയ്ഡ് ഇല്ലാത്ത ഡോട്ടും ഇവിടെ ഷെയ്ഡ് ഉള്ള ഡോട്ടും, ഷെയ്ഡ് ഇല്ലാത്ത മേളിൽ ഷെയ്ഡ് ഉള്ള താഴെ, ഷെയ്ഡ് ഇല്ലാത്ത മേളിൽ ഷെയ്ഡ് ഉള്ള താഴെ, കുഴപ്പമില്ല. ഷെയ്ഡ് ഇല്ലാത്ത മേളിൽ അല്ല, അപ്പോൾ ഇതെന്ത് ചെയ്യാൻ? കട്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. ഇനി അവർ രണ്ടുപേരെ നോക്കിയാൽ പോയി, അവർ രണ്ടുപേരും നമ്മളുടെ വ്യത്യാസം നോക്കിയാൽ തന്നെ ആൻസർ ആവും. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡിങ് ഉണ്ടോ, ഇത് വെച്ച് നോക്കി ആൻസർ ആവും. ഇത് നമ്മുടെ റൈറ്റിലാണ്, അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് ഈ ഭാഗത്ത് വരത്തില്ലേ? ആൻസറിനകത്ത് ഈ ഭാഗത്ത് ഷെയ്ഡിങ് വരുന്ന ഓപ്ഷൻ എ. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് വരുമ്പോൾ ഡി വരും. ഓക്കെ, എ എന്നുള്ള ഫിഗറാണ് ഫൈനൽ ആൻസർ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രത്യേകം ആദ്യം നോക്കാം. നിങ്ങളിപ്പോൾ ആദ്യം ഈ ഒരു ഷെയ്ഡിങ് ആണ് നോക്കുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രത്യേകത നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഈ ഒരു പ്രത്യേകതയാണ് നോക്കുന്നതെങ്കിൽ, കാരണം ഇവിടെ ഷെയ്ഡിങ് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്ന പ്രത്യേകത അനുസരിച്ചായിരിക്കും ആ ഒരു ഓപ്ഷൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ ALPയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു, അപ്പോൾ എല്ലാവരും കുറച്ചുകൂടി പഠനമൊക്കെ ഊർജിതമാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.